എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഹസന് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. പരമനാറി പട്ടി കഴിവരടാ മോളെ. അതായത് നീ അൻസിബാസന് മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോ നീ ആരുടെ? നീ ആരാന്നടാ നിന്റെ വിചാരം? നിനക്കിട്ട് പലതവണ ഞാൻ ഓങ്ങി വെച്ചതാ, പിന്നെ വിട്ടുകളഞ്ഞു പോയി പഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട്. ഇത് ഞാൻ വിടത്തില്ല. വരുന്നവർക്കും പോണവർക്കും എല്ലാവർക്കും വെള്ളം അടിക്കാൻ വേണ്ടി കുപ്പി എടുത്ത് കൊടുക്കണ നിന്റെ പരിപാടി. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അപ്പൊ ഈ കുപ്പി എടുത്ത് കൊടുക്കുന്ന നീ ഇടയ്ക്ക് ബാറിൽ കിടന്ന് അടിച്ച് കോൺ തെറ്റി ഡാൻസ് കളിച്ചെന്നൊക്കെ കരക്കമ്പിൽ സംസാരമുണ്ട്. പൊട്ടനെ ചെട്ടി ജയിച്ച ചെട്ടിയെ ദൈവം ചതിക്കും. അപ്പൊ അതുള്ളതാണ്. അപ്പൊ ഈ കുപ്പി എടുത്ത് കൊടുക്കുന്ന നീ അടിക്കുമായിരിക്കുമല്ലോ. നീ ആര് പതി വെറുതെ ഒരു ശീലാവതി വല്ലവനൊക്കെ കൂട്ടിക്കൊടുത്തിട്ട് വന്നിരിക്കുന്നു വക്കാലത്തിന്. അൻസിബ വെള്ളം അടിച്ചെന്ന് നീ തെളിയിക്കണം. പിന്നെ ഇനി ചിലപ്പോ അൻസിബ വെള്ളം അടിക്കോ ഇല്ല എന്നുള്ളത് അവളുടെ പേഴ്സണൽ കാര്യം. മദ്യപിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, മദ്യം സർക്കാർ കൊടുക്കുന്ന സാധനമല്ല. പ്രശ്നം. പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇവള് അവക്ക് കുപ്പി എടുത്തു കൊടുത്തെന്ന്. അതെന്നെ മറ്റെടുത്ത വർത്തമാനമാടി. അല്ല അൻസിബ മദ്യപാനി, ഓക്കെ, ബില്ല് കൊടുത്തത് നീ അൻസിബ അടിച്ചതിന്റെ കാശ് നീ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം കാണത്തില്ലേ? ലാഭമില്ലാത്ത ഒരു കാര്യത്തിന്റെയും പുറകോൻ ഇറങ്ങി തിരിക്കില്ല. അട്ടന്റെ കണ്ണ് കണ്ട് ഹിമാറ ചന്ദ്രമാനു അതെനക്കറിയാം. ഓനക്കുള്ള ബ്രേസിൽ ഞാൻ വരെ തുന്നുന്നുണ്ട്. അൻസിബയെ കുടിപ്പിച്ച് കടത്തിയിട്ട് ഇനി എന്തെങ്കിലും നേടാനുണ്ടോ? ചിലപ്പോ അൻസിബയുടെ മുദ്രപത്രം കൊണ്ടൊന്ന് കുടിപ്പിച്ച് കടത്തിയിട്ട് സീലടിച്ചെടുത്തോണ്ട് പോകാനായിരിക്കും ഒപ്പിട്ടെ. പറയാൻ പറ്റൂല. കാരണം ഒരു പ്രൊഡ്യൂസറിന് 20 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതിന്റെ ക്രിമിനൽ കേസ് കോടതി കിടക്കാനും. കള്ളനാണല്ലേ? അതിന്റെ വിധി വരുമ്പോൾ ഒന്നുകിൽ അകത്താവും, അല്ലെങ്കിൽ ആ കാശ് കൊടുക്കേണ്ടി വരും. ഇത് രണ്ടുമാണ് നടക്കാൻ പോകുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. കാരണം കാശ് കൊടുക്കുമായിരിക്കും, കാശൊക്കെ കാണുമല്ലോ. ആ പ്രൊഡ്യൂസറിനെ തട്ടിപ്പ് നടത്തി 20 ലക്ഷം തട്ടിപ്പ് നടത്തിയതുപോലെ ചിലപ്പോൾ വേറെ ആൾക്കാരെയൊക്കെ തട്ടിപ്പടത്തിയ ലക്ഷങ്ങളും കോടികളൊക്കെ കാണും. മാന്യന്മാരെ കളിപ്പിക്കാതെ മാന്യമായിട്ട് ജോലി എടുത്ത് ജീവിക്കടാ. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. എന്നാലും അൻസിബ മദ്യപാനി, ബില്ല് കൊടുത്തത് ഞാൻ. ഇത്രയും കരുണമായ മനസ്സുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പൊന്നുമടത്തിൽ ലക്ഷ്മിക്കുട്ടി. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും തിരിഞ്ഞു പോവാം.